നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിച്ചു നിർത്തിയത് ഉൽപ്പത്തി പുസ്തകം 16-ാമത്തെ അധ്യായത്തിന്റെ അവസാന ഭാഗങ്ങളിലാണ് നമ്മൾ ചിന്തിച്ചത്. അവിടെ നമ്മൾ അബ്രഹാമിന്റെ രണ്ട് മക്കളെ കുറിച്ച് നമ്മൾ കാണുകയുണ്ടായി. അബ്രഹാം രണ്ട് മക്കള്, അത് രണ്ട് സ്ത്രീകളിൽ നിന്നുണ്ടായതാണ്. അത് എന്താണെന്ന് നമ്മൾ ഗലാത്യലേഖനത്തിൽ നമ്മൾ ചിന്തിക്കുന്നുണ്ടായി. അവിടെ ഇങ്ങനെ ഗലാത്യലേഖനം 4-ാം അധ്യായത്തിൽ അപ്പോസ്തലനായ പൗലോസ് ഗലാത്യ സഭയ്ക്ക് ലേഖനം എഴുതിയപ്പോൾ ഇങ്ങനെ താൻ പറയുകയുണ്ടായി. അബ്രഹാമിന് രണ്ട് പുത്രന്മാരുണ്ടായിരുന്നു. ഒരുവൻ ദാസി പ്രസവിച്ചവൾ, ഒരുവൻ സ്വതന്ത്ര പ്രസവിച്ചവൾ. ദാസിയുടെ മകൻ ജഡപ്രകാരവും സ്വതന്ത്രയുടെ മകൻ വാക്തപ്രകാരവും ജനിച്ചു എന്നുള്ള കാര്യത്തെ കുറിച്ച് പറഞ്ഞു. എന്നിട്ട് പറയുന്നു, ഈ സ്ത്രീകൾ രണ്ട് നിയമങ്ങൾ അത്രേ. ഒന്ന്, സീനായി മലയിൽ ഉത്ഭവിച്ച് അടിമഴ പ്രസവിക്കുന്നത് ഹാഗാർ. മറ്റ് ഇസ്മായേല് ദൈവത്തിന്റെ വാക്തപ്രകാരം ജനിച്ച സന്തതിയാണ്. ദൈവത്തിന്റെ വാക്തത്വം ഇങ്ങനായിരുന്നു, ഈ കാലത്തേക്ക് ഞാൻ വരും, അപ്പോൾ സാറായിക്ക് ഒരു മകൻ ഉണ്ടാവും എന്നല്ലോ വാക്തത്വം എന്ന് നമ്മൾ കാണുന്നു. അപ്പോ വാക്തത്വപ്രകാരം ജനിച്ചവനും ജഡപ്രകാരം ജനിച്ചവനും ഈ രണ്ട് സ്ത്രീകളിൽ നിന്നാണ് ജനിച്ചത്. ഈ രണ്ട് സ്ത്രീകൾ രണ്ട് നിയമങ്ങളാണ് എന്ന് പറയുന്നു. അബ്രഹാമിന്റെ ഭാര്യയായിരുന്ന സാറ മക്കളെ പ്രസവിച്ചിരുന്നില്ല. എന്നാൽ ആ വലിയ ഒരു സത്യത്തെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിൽ യെശയ്യാവ് ഇങ്ങനെ പറയുണ്ടായി, പ്രസവിക്കാത്ത മധ്യയെ ആർപ്പിടുക, നോവ് കിട്ടാത്തവളെ പൊട്ടി ആർക്കുക, ഏകായിയുടെ മക്കൾ ഭർത്താവുള്ളവരുടെ മക്കളെക്കാൾ അധികം എന്ന് നമ്മൾ യെശയ്യാ പറഞ്ഞ 54-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നുണ്ട്. അപ്പോ ആ യെശയ്യാവ് പറഞ്ഞത് ഈ യേശു ക്രിസ്തുവിൽ കൂടെ ദൈവമക്കളായി ദൈവത്തിലെ വിശ്വാസത്താൽ ദൈവമക്കളായി തീരുന്നവരെ കുറിച്ച് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിൽ കണ്ടിട്ടാണ് താൻ അത് അങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പൊ ഈ ഹാഗാർ എന്നത് അടിമകളെ പ്രസവിക്കുന്നു. അത് നമുക്കറിയാം ന്യായപ്രമാണത്തെയാണ് പ്രതിനിധീകരിക്കുന്നത്. ന്യായപ്രമാണത്തിന് കീഴിലുള്ളവര് എല്ലാം ന്യായപ്രമാണത്തിന്റെ അടിമത്തത്തിലാണ് ആയിരിക്കുന്നതെന്ന് ഗലാത്യലേഖനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. അവിടെ നമ്മൾ വായിക്കുന്നു, സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നമ്മളെ സ്വതന്ത്രമാക്കി, ആകയാൽ അതിൽ ഉറച്ചു നിൽപ്പീൻ, അടിമ നുഖത്തിൽ പിന്നെയും കുടുങ്ങി പോകരുത് എന്നുള്ള ഒരു പ്രബോധനം ഗലാത്യ സഭകൾക്ക് കൊടുക്കുന്നു. ആ പ്രബോധനം ഗലാത്യ സഭകൾക്ക് വേണ്ടി മാത്രമല്ല, ദൈവമക്കളായി തീർന്ന എല്ലാവർക്കും ആ പ്രബോധനം ബാധകമാണ്. സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നമ്മളെ സ്വതന്ത്രമാക്കി. അത് അവിടെ ആ സന്ദർഭത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറയുന്നത് ന്യായപ്രമാണത്തെ നിന്നുള്ള സ്വാതന്ത്ര്യത്തെ കുറിച്ചാണ് പറയുന്നത്. യേശു ക്രിസ്തു സ്വതന്ത്രമാക്കി പാപത്തിന്റെ അടിമത്തത്തിൽ നിന്ന് നമ്മളെ സ്വതന്ത്രമാക്കി. അപ്പോൾ തന്നെ ന്യായപ്രമാണത്തിന്റെ അടിമത്തത്തിൽ നിന്നും കർത്താവ് സ്വതന്ത്രമാക്കി. ന്യായപ്രമാണത്തിന്റെ അടിമത്തത്തിൽ സ്വതന്ത്രമാക്കി എന്ന് പറഞ്ഞാൽ ഇനി തോന്നിയ പോലെ പ്രമാണത്തിൽ നിന്ന് ന്യായപ്രമാണത്തിൽ സ്വതന്ത്രമായതുകൊണ്ട് തോന്നിയ പോലെ ജീവിക്കാമെന്നല്ല. നേരെ മറിച്ച് ന്യായപ്രമാണത്തെക്കാൾ അല്പം കൂടെ കടുകട്ടിയായിട്ടുള്ള പ്രമാണമാണ് നമ്മൾ പുതിയ പ്രമാണത്തിൽ കാണുന്നത്. ന്യായപ്രമാണത്തിൽ എന്താണോ ദൈവം അതിൻ്റെ ഉള്ളടക്കമായി പറഞ്ഞിരുന്നത്, അതിൻ്റെ ആ ന്യായപ്രമാണത്തിന്റെ ആത്മാവ് എന്ന് പറയുന്നത് എന്താണോ അതാണ് യേശു ക്രിസ്തു വന്ന് പ്രഖ്യാപിച്ചത്. ഇപ്പോ വ്യഭിചാരത്തെ കുറിച്ച് ദൈവവചനത്തിൽ പറഞ്ഞ കാര്യം തന്നെ യേശു ക്രിസ്തു ഒന്നുകൂടെ റിഫൈൻ ചെയ്ത് പരിഷ്കരിച്ച് പറഞ്ഞപ്പോൾ, അല്ല അതിന്റെ അന്തസത്ത യേശു പറഞ്ഞപ്പോൾ മോഹിക്കുന്നതിനെ കുറിച്ചാണ് പറഞ്ഞത്. കൊലപാതകത്തെ കുറിച്ച് ന്യായപ്രമാണം പറഞ്ഞു, യേശു പറഞ്ഞു കൊലപാതകത്തെ കുറിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞത് കോപത്തെ കുറിച്ചാണ്. കോപത്തിന് നേരെയാണ് യേശു കരഞ്ഞുകൊണ്ടത്. അപ്പം ന്യായപ്രമാണത്തെക്കാൾ ഒന്നുകൂടെ കടുകട്ടിയായ പ്രമാണമാണ് യേശു ക്രിസ്തു മുഖാന്തരം ഉള്ള പ്രമാണം എന്ന് പറയുന്നത്. യേശു ക്രിസ്തു ഭൂമിയിൽ വന്ന ന്യായപ്രമാണം നീക്കാനല്ല, നിവർത്തിക്കാനാണ് കർത്താവ് തന്നെ തിരുവായ്മൊഴി പറയുകയുണ്ടായി. അപ്പൊ ന്യായപ്രമാണത്തിന്റെ ആ നിവൃത്തി നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കണം എന്ന് ദൈവം നമ്മളെക്കുറിച്ചും ആഗ്രഹിക്കുന്നുണ്ട്. അത് ന്യായപ്രമാണത്തിലുള്ള സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്, സ്വതന്ത്രനാകുക എന്ന് പറയുന്നത്, ഒരു അടിമയുടെ സ്വാതന്ത്ര്യം
നമുക്ക് പഴയ പ്രമാണം പഠിക്കുമ്പോൾ നമുക്കറിയാം 7 വർഷം ഒരു യജമാനെ ഒരു അടിമ സേവിച്ചാൽ 7-ാം വർഷം അവന് സ്വാതന്ത്ര്യം ലഭിക്കും. അവൻ വേണമെങ്കിൽ സ്വതന്ത്രനായി പോകാം. അപ്പൊ യേശു ക്രിസ്തുവിന്റെ പ്രമാണത്തിന്റെ കീഴിൽ വന്നിരിക്കുന്ന ഓരോ വ്യക്തിയും സ്വതന്ത്രനായിരിക്കുമ്പോൾ തന്നെ ക്രിസ്തുവിന്റെ അടിമയുമാണ്. സ്വന്തം താല്പര്യപ്രകാരം, സ്വന്തം ആലോചന പ്രകാരം, സ്വന്തം ചിന്താഗതി പ്രകാരം ജീവിക്കാനുള്ള യാതൊരു അനുവാദവും യേശു ക്രിസ്തുവിന്റെ ദാസനായി തീർന്ന ക്രിസ്തുവിന്റെ ആ നുഖത്തിന്റെ കീഴിൽ വന്ന ഒരു മനുഷ്യന് പോലും പാടില്ല, അതിനുള്ള അവകാശമില്ല. എന്നാൽ ഈ ഏകാഗിയായിരുന്ന അബ്രഹാമിന്റെ ഭാര്യയായിരുന്ന സാറ മക്കളെ പ്രസവിച്ചിരുന്നില്ല. അവിടെ നമ്മൾ കാണുന്നത് ഏകാഗിയുടെ മക്കൾ ഭർത്താവുള്ളവളുടെ മക്കളെക്കാൾ അധികം ഒന്നാണ്. ഇപ്പോ ഇസ്മായേലും വലിയൊരു ജാതിയായി തീരുമെന്ന് ഹാഗാറിനോട് അബ്രഹാമിനോട് തന്നെ ദൈവം പറയുന്നുണ്ട്. എന്നാൽ നമ്മൾ ദൈവത്തിന്റെ മകനത്തിൽ വെളിപ്പാട് ദിവസം നമ്മൾ കാണുമ്പോൾ സിംഹാസനത്തിന് മുമ്പിൽ വെള്ള നിലയ്ക്ക് തിരിച്ച് കയ്യിൽ കുരുത്തോലയുമായി സിംഹാസനത്തിന് മുമ്പിൽ നിൽക്കുന്ന വലിയൊരു പുരുഷാരമുണ്ട്. ആ പുരുഷാരത്തെ കുറിച്ച് നമ്മൾ അവിടെ എഴുതിയിരിക്കുന്ന ആർക്കും എണ്ണിക്കൂടാൻ കഴിയാത്ത ഒരു മഹാപുരുഷാരം എന്നാണ്. ആർക്കും എണ്ണിക്കൂടാൻ കഴിയാത്ത അത്ര മഹാപുരുഷാരം ആണ് ഈ ഏകാഗിയുടെ മക്കൾ എന്ന് പറയുന്നത്. ആ ഏകാഗിയുടെ മക്കളാകുന്ന അബ്രഹാമിന്റെ ഭാര്യയായിരുന്ന സാറ, അല്ലെങ്കിൽ യേശു ക്രിസ്തുവിലെ വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ട് ദൈവമക്കളായി തീർന്ന് യേശു ക്രിസ്തുവിന്റെ മുമ്പിൽ യേശു ക്രിസ്തു മുഖാന്തരം നിൽക്കപ്പെടുന്ന എല്ലാവരെയും കൂട്ടിയാണ് ആ മഹാപുരുഷാരം എന്ന് പറയുന്നത്. അത് ആർക്കും എണ്ണി തിട്ടപ്പെടുത്താൻ കഴിയത്തില്ല. അതാണ് യെശയ്യാ പ്രവാചകൻ പറഞ്ഞത്, ഏകാഗിയുടെ മക്കൾ ഭർത്താവുള്ള മക്കളെക്കാൾ അധികം എന്ന് പറഞ്ഞത്. നമ്മൾ 17-ാമത്തെ അധ്യായത്തിലേക്ക് നമ്മൾ വരുമ്പോൾ 17-ാമത്തെ അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: അബ്രഹാമിന് 99 വയസ്സായപ്പോൾ യഹോവ അബ്രഹാമിന് പ്രത്യക്ഷനായി അവനോട്. അപ്പോ 86 വയസ്സുള്ളപ്പോഴാണ് 16-ാം അധ്യായത്തിന്റെ അവസാന ഭാഗം നമ്മൾ വായിക്കുന്നു. ഇനി നമ്മൾ കാണുന്നു, ഹാഗാർ അബ്രഹാമിന് ഇസ്മായിലിനെ പ്രസവിച്ചപ്പോൾ അബ്രഹാമിന് 86 വയസ്സായിരുന്നു. നമുക്കറിയാമല്ലോ, ഈ ബൈബിള് എഴുതിയത് ഈ വാക്യങ്ങളും അധ്യായങ്ങളും ഒക്കെ ആയി തിരിച്ചത് എഴുതിയ സമയത്തല്ല, അതിന് ശേഷം വളരെ കാലത്തിന് ശേഷമാണ്. അപ്പോൾ ഈ 16-ാം അധ്യായത്തിന്റെ അവസാന ഭാഗം നമ്മൾ വായിച്ചിട്ടെങ്കിൽ തുടർമാനമായിട്ട് ഈ അധ്യായം ഒന്നും ഇല്ലായിരുന്നു വായിക്കുമ്പോൾ അതിന് തുടർമാനം ഇങ്ങനെ വായിക്കുന്നത്: ഹാഗാർ അബ്രഹാമിന് ഇസ്മായിലിനെ പ്രസവിച്ചപ്പോൾ അബ്രഹാമിന് 86 വയസ്സായിരുന്നു. അബ്രഹാമിന് 99 വയസ്സായപ്പോൾ യഹോവ അബ്രഹാമിന് പ്രത്യക്ഷനായി അവനോട്. അങ്ങനെ നമ്മൾ വായിക്കുക. ഇവിടെ അങ്ങനെ തന്നെ എഴുതിയിരിക്കുന്നത്. എന്നാൽ ഈ വാക്യങ്ങളും തിരിച്ച് വായിക്കുമ്പോൾ ഒരധ്യായം വായിച്ച് നമ്മൾ നിർത്തുമ്പം അടുത്ത അധ്യായം വായിക്കുമ്പം ഈ മുകളിലത്തെ അധ്യായത്തിൽ എഴുതി നിർത്തിയിരിക്കുന്ന, നമ്മൾ വായിച്ച് നിർത്തിയിരിക്കുന്ന ആ ഭാഗം കൂടെ കൂട്ടി വായിക്കുന്നത് എന്താണ് ഈ കാര്യം എഴുതിയിരിക്കുന്നത് നമുക്ക് ഗ്രഹിക്കാൻ കുറച്ചുകൂടി നമ്മളെ സഹായിക്കും എന്നുള്ള ഒരു ചിന്ത എനിക്കുണ്ട്. അത് അങ്ങനെ ചെയ്യുന്നത് നല്ലതായിരിക്കും എന്ന് ഒരു അഭിപ്രായമുണ്ട്. ഇവിടെ 86 വയസ്സുള്ളപ്പോൾ ഇസ്മായിലിനെ പ്രസവിച്ചു. നീണ്ട 13 വർഷം ദൈവം അബ്രഹാമിനോട് ഒരു കോൺവെർസേഷനും ഒന്നും സംസാരിക്കുന്നതായിട്ട് നമ്മൾ തീരുമാനത്തിൽ കാണുന്നില്ല. എന്നാൽ അബ്രഹാമിന് 99 വയസ്സായപ്പോഴാണ് ദൈവം അബ്രഹാമിന് പ്രത്യക്ഷനാകുന്നത്. അതിൻ്റെ എന്തുകൊണ്ട് എന്നുള്ള കാരണം ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നൊരു കാര്യം, 87 വയസ്സുള്ളപ്പോൾ ദൈവം അബ്രഹാമിനെ സന്ദർശിച്ചിട്ട് നിനക്ക് ഒരു സന്തതി ജനിക്കുമെന്ന് പറഞ്ഞാൽ അബ്രഹാമിന് നിശ്ചയമായിട്ടും അബ്രഹാമിൽ തന്നെ ഒരു കോൺഫിഡൻസ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. കാരണം 86 വയസ്സുള്ളപ്പോൾ ഇസ്മായിലിനെ ജനിപ്പിച്ചു. അതേ അബ്രഹാം തന്നെ പിറ്റത്തെ വർഷം 87 വയസ്സായപ്പം വേണമെങ്കിൽ ഒരു ഇസാക്കിനെ ജനിപ്പിക്കത്തക്ക രീതിയിലുള്ള പ്രാഗൽഭ്യം, അതിനുള്ള എല്ലാ സാധ്യതകളും തന്നിലുണ്ട് എന്നുള്ള ബോധ്യത്തോടു കൂടെ അബ്രഹാമിന് വേണമെങ്കിൽ ജനിപ്പിക്കാൻ കഴിയുമായിരുന്നു എന്ന് നമുക്ക് ചിന്തിക്കുന്നതിൽ തെറ്റില്ല. പക്ഷേ ദൈവം 13 വർഷം ഒന്നും മിണ്ടാതെ കാത്തിരുന്നു. അതിന് കാരണം 99 വയസ്സായപ്പോഴാണ് ദൈവം അബ്രഹാമിന് പ്രത്യക്ഷനായിട്ട് അബ്രഹാമിന് പറയുന്നത്, നിനക്കൊരു
സന്തതി ഉണ്ടാവും. 99 വയസ്സായ അങ്ങനെ ദൈവം പറയുമ്പോൾ അബ്രഹാമിന് തന്നെ നമ്മൾ മുന്നോട്ട് വായിക്കുന്നുണ്ട്, അബ്രഹാമിന് തന്നെ അത് വിശ്വസിക്കാൻ പറ്റിയില്ല. കാരണം അബ്രഹാം ചോദിക്കുന്നുണ്ട്, 99 വയസ്സ് 100 വയസ്സായതിന് മകൻ ജനിക്കുമോ? 90 വയസ്സായ സാറായിക്ക് ഒരു മകനുണ്ടാവും? അസാധ്യമായ കാര്യം, അസംഭവ്യമായ കാര്യമാണ്. ദൈവത്തിന്റെ പ്രവൃത്തികൾ ചെയ്യുന്നത് എല്ലാ കാലത്തും എല്ലാ സമയത്തും. മനുഷ്യന്റെ എല്ലാ പ്രയത്നങ്ങളും അവസാനിക്കുന്നിടത്താണ് ദൈവത്തിന്റെ പ്രവൃത്തി തുടങ്ങുന്നത്. നമ്മൾ പുതിയ പ്രമാണത്തിലേക്ക് വരുന്ന കർത്താവ് യേശു ക്രിസ്തുവിന്റെ പരസ്യ ശുശ്രൂഷയുടെ സമയത്ത് കാനാവിലെ കല്യാണത്തിന്റെ കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. അവിടെ കർത്താവ് യേശു ക്രിസ്തുവിനോട് യേശുവിന്റെ അമ്മ മറിയ പറയുന്നൊരു കാര്യം, അവർക്ക് വീഞ്ഞ് തികയാതെ വരികയാൽ യേശുവിനോട് മറിയ പോയി പറഞ്ഞു, വീഞ്ഞിന്റെ കുറവുണ്ട് എന്നുള്ള കാര്യം യേശുവിനെ ബോധ്യപ്പെടുത്തി. അപ്പൊ യേശുവിന്റെ മറുപടി ഇതായിരുന്നു, സ്ത്രീ എനിക്കും നിനക്കും തമ്മിൽ എന്ത്? എന്റെ നാഴിക ഇതുവരെ വന്നിട്ടില്ല. അപ്പോ യേശുവിന് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ, ദൈവത്തിന് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ, ദൈവത്തിന്റെ പ്രവൃത്തി ദൈവത്തിന് തുടങ്ങണമെങ്കിൽ അതിനൊരു സമയം ഉണ്ട്. ആ സമയം എന്ന് പറയുന്നത് മനുഷ്യന്റെ എല്ലാ പ്രവൃത്തികളും അസ്ഥാനത്തായെങ്കിൽ മാത്രമേ ദൈവത്തിന് ആ പ്രവൃത്തി ചെയ്യാൻ കഴിയത്തുള്ളൂ. അവിടെ വീഞ്ഞിന്റെ കാര്യത്തിൽ യേശു പറയുന്നു, എന്റെ നാഴി ഇതുവരെ വന്നിട്ടില്ല. എന്റെ നാഴി വന്നിട്ടില്ലാതെ യേശു പറഞ്ഞതിന്റെ കാരണം ആ വീഞ്ഞ് തീർന്നു എന്നുള്ളതല്ല അവിടുത്തെ റിപ്പോർട്ട്. നേരെ മറിച്ച് വീഞ്ഞ് തികയത്തില്ല. അപ്പൊ തികയത്തില്ല എന്ന് പറഞ്ഞാൽ കുറച്ച് വീഞ്ഞ് അവിടെ ബാക്കിയുണ്ട്. ആ വീഞ്ഞ് കൂടെ അങ്ങ് തീരട്ടെ, അതും കൂടെ തീർന്നു കഴിഞ്ഞാൽ യേശുവിന്റെ നാഴിക വന്നു. അപ്പൊ ആ അല്പം കൂടെ ബാക്കിയുള്ളത് തീരാൻ എത്ര സമയം വേണോ അത്ര സമയം കൂടെ ആണ് എൻ്റെ യേശുവിന്റെ നാഴികയ്ക്ക് താമസം സംഭവിച്ചത്. അത് കുറെ കൂടെ നേരത്തെ തീരുമായിരുന്നെങ്കിൽ തീർച്ചയായും യേശുവിന്റെ നാഴിക യേശുവിന്റെ സമയം അതിനേക്കാൾ കുറച്ചുകൂടെ മുമ്പേ വരുമായിരുന്നു. ഇവിടെ 13 വർഷം ദൈവം കാത്തിരുന്നു അബ്രഹാമിന്റെ ജീവിതത്തിൽ. 99 വയസ്സായി ആണ് ദൈവം അബ്രഹാമിനെ സന്ദർശിക്കുന്നത്. എന്നിട്ടാണ് ദൈവം പറയുന്നത്, നിനക്കൊരു മകൻ ജനിക്കും. അപ്പോൾ അബ്രഹാമിന് അത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. ഞാൻ പറഞ്ഞിട്ട് താല്പര്യം, എല്ലാ സമയത്തും ദൈവം മനുഷ്യന്റെ ജീവിതത്തിൽ ഒരു പ്രവൃത്തി ചെയ്യുന്നത്, മനുഷ്യന്റെ എല്ലാ പ്രവൃത്തികളും അസ്ഥാനത്തായി ഇനി എന്നെ കൊണ്ട് ഒന്നിനും കഴിവില്ല, ഒരു കാര്യവും എന്നെ കൊണ്ട് സാധിക്കത്തില്ല, ഒരു ഇഞ്ച് പോലും മുന്നോട്ട് പോകാൻ നിവൃത്തിയില്ല, എല്ലാ വാതിലുകളും അടഞ്ഞു കഴിഞ്ഞു, എല്ലാ സാധ്യതകളും മങ്ങിപ്പോയി, ഒരു സാധ്യത പോലും ബാക്കിയില്ല, 1% പോലും ദൈവത്തിന്റെ പ്രവൃത്തി എൻ്റെ ജീവിതത്തിൽ നിവർത്തിക്കുവാൻ തക്കവണ്ണം യാതൊരു സിഗ്നലും കാണുന്നില്ല, ഒരു സാധ്യതകൾ പോലും ഞാൻ കാണുന്നില്ല. അങ്ങനെയുള്ള അവസ്ഥയിലേക്ക് നാം വരാൻ വേണ്ടി ദൈവം എല്ലാ സമയത്തും കാത്തിരിക്കുന്നുണ്ട്. എന്നെ കൊണ്ട് എന്തെങ്കിലും കഴിയും, എനിക്കത് കഴിയും എന്നുള്ള അവസ്ഥയിൽ നിന്ന് എനിക്ക് കഴിയത്തില്ല എന്നുള്ള അവസ്ഥയിലേക്ക് നാം എത്താൻ വേണ്ടിയാണ് ദൈവം കാത്തിരിക്കുന്നത്. അബ്രഹാമിന്റെ ജീവിതത്തിലും അത് തന്നെ ദൈവം കാത്തിരുന്നു. 13 വർഷം, 86 വർഷത്തിന് ശേഷം 13 വർഷം ദൈവം മിണ്ടാതിരുന്നു. 99 വയസ്സായപ്പം 17-ാം അധ്യായത്തിൽ 1-ാമത്തെ വാക്യത്തിൽ 99 വയസ്സായപ്പം ദൈവം അബ്രഹാമിന് പ്രത്യക്ഷനായി. എന്നിട്ട് അബ്രഹാമിന് പ്രത്യക്ഷനായി പറയുന്നത്, ഞാൻ സർവശക്തിയുള്ള ദൈവമാകും. സർവശക്തിയുള്ള ദൈവമാണെന്ന് ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായത്തിൽ നാം ദൈവം കാണുന്നുണ്ട്. ഞാൻ സർവശക്തിയുള്ള ദൈവമാണെന്ന് കാണുന്നുണ്ട്. ദൈവം പറയുന്നത് നമ്മൾ അവിടെ മനസ്സിലാക്കുന്നുണ്ട്. എന്നിട്ട് ദൈവം പറയുന്നത്, എനിക്കും, 2-ാമത്തെ വാക്യം, എനിക്കും നിനക്കും മധ്യേ ഞാൻ എൻ്റെ നിയമം സ്ഥാപിക്കും, നിന്നെ അധികമായി വർദ്ധിപ്പിക്കും എന്ന് അരുളിച്ചെയ്തു. അപ്പോൾ അബ്രഹാം സാഷ്ടാംഗം വീണു. ദൈവത്തിന്റെ അരുളപ്പാടുകൾക്ക് മുൻപിൽ തലകുനിച്ച് അത് അംഗീകരിക്കുന്ന ഒരു അബ്രഹാമിനെ നമ്മൾ കാണുന്നത്. പലപ്പോഴും ദൈവത്തിന്റെ
അരുളപ്പാടുകൾക്ക് മുമ്പിൽ, ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾക്ക് മുമ്പിൽ, നമ്മളെക്കുറിച്ചുള്ള ദൈവത്തിന്റെ ചിന്തകൾക്ക് മുമ്പിൽ, ദൈവത്തിന്റെ നമ്മളെക്കുറിച്ചുള്ള താല്പര്യങ്ങൾക്ക് മുൻപിൽ നമുക്ക് ഇങ്ങനെ ദൈവത്തെ വീണ് നമസ്കരിക്കാൻ പലപ്പോഴും കഴിയാതെ വരുന്നു. കാരണം എൻ്റെ ജീവിതത്തിൽ അത് അസംഭവ്യമായ കാര്യമാണ്, അത് സംഭവിക്കാൻ സാധ്യതയില്ല എന്നുള്ള ഒരു ചിന്ത ഒരുപക്ഷെ നമ്മുടെ ഹൃദയത്തെ ഭരിക്കുന്നതുകൊണ്ട് നമുക്ക് ഈ അബ്രഹാം ചെയ്തതുപോലെ പലപ്പോഴും ചെയ്യാൻ കഴിയാതെ വരുന്നുണ്ട്. അബ്രഹാമിന് അതിന് മുകളിൽ നമ്മൾ വായിക്കുന്നത്, അബ്രഹാമിനോട് ദൈവം ആദ്യം പറയും, ഞാൻ സർവ്വശക്തിയുള്ള ദൈവമാണ്. ദൈവം തന്നെ പരിചയപ്പെടുന്നത് സർവ്വശക്തിയുള്ള ദൈവമാണ്. അതുകൊണ്ട് അബ്രഹാമിന് ആ ദൈവത്തെ ആശ്രയിക്കുന്നതിനോ ദൈവം പറയുന്നതിനോട് ആമേൻ പറയുന്നതിനോട് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടായില്ല. ദൈവത്തെ അബ്രഹാം നമസ്കരിക്കുകയാണ്. അതിന്റെ അടുത്ത വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്, 4-ാമത്തെ വാക്യത്തില്, എനിക്ക് നിന്നോട് ഒരു നിയമമുണ്ട്, നീ ബഹുജാതികൾക്ക് പിതാവാകും. എനിക്ക് നിന്നോടൊരു നിയമമുണ്ട് എന്ന് പറഞ്ഞാൽ, നിയമം എന്ന് പറയുന്നത് കവനന്റ് എന്നുള്ള വാക്കാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. എനിക്ക് നിന്നോടൊരു ഉടമ്പടിയുണ്ട്, ഞാനും നീയും തമ്മിൽ. ആ ഉടമ്പടി ഇതാണ്, നീ ബഹുജാതികൾക്ക് പിതാവാകും. അതിന്റെ കാരണം, അബ്രഹാം, ഇതിന്റെ മുൻ അധ്യായത്തിൽ നാം കണ്ടു, അബ്രഹാം ദൈവത്തെ വിശ്വസിച്ചു, അത് അവൻ നീതിയായി കണക്കിട്ടു. ആ കാര്യം തന്നെ റോമാലേഖനം 4-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത്. അബ്രഹാം ദൈവത്തെ വിശ്വസിച്ചു, അത് അവൻ നീതിയായി കണക്കിട്ടു. അപ്പൊ അങ്ങനെ ദൈവത്തെ വിശ്വസിച്ച് ദൈവത്താൽ നീതീകരിക്കപ്പെട്ട അബ്രഹാമിന് ദൈവം ഒരു പ്രോമിസ് കൊടുക്കുന്നുണ്ട്, നിന്റെ സന്തതിക്ക് ഈ ദേശമെല്ലാം ശാശ്വത അവകാശമായി തരും എന്നുള്ളത്. അപ്പൊ അത് ദൈവം മറന്നുപോയിട്ടില്ല. ദൈവം അബ്രഹാമിനോട് പറയാണ്, നമ്മൾ തമ്മിലൊരു കരാറുണ്ട്, നമ്മൾ തമ്മിലൊരു എഗ്രിമെന്റ്, ഒരു കവനന്റ് ഉണ്ട്. അത് ദൈവവും അബ്രഹാം തമ്മിൽ ഉണ്ടാക്കിയ ഒരു, ദൈവം അബ്രഹാമിനോട് പറഞ്ഞതും അബ്രഹാം വിശ്വസിച്ചതുമായ ഒരു കവനന്റാണ്, ഒരു ഉടമ്പടിയാണ്. എന്നിട്ട് 5-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, നിന്നെ അബ്രഹാം എന്നല്ല വിളിക്കേണ്ടത്, ഞാൻ നിന്നെ ബഹുജാതികൾക്ക് പിതാവാക്കി ഇരിക്കയാൽ നിന്റെ പേർ അബ്രഹാം എന്നായിരിക്കണം. ഇപ്പൊ ബഹുജാതികൾക്ക് പിതാവാകും എന്നുള്ളതാണ് അബ്രഹാമിനോട് ദൈവം കൊടുക്കുന്ന വാഗ്ദത്തം. അപ്പൊ ഈ വാഗ്ദത്തം, ഈ കവനന്റ് ദൈവം അബ്രഹാമിന് കൊടുക്കുമ്പോൾ ബഹുജാതി പോയിട്ട് ഈ ഹാഗാറിലുള്ള ഇസ്മായിൽ അല്ലാതെ വേറെ ഒരു കുഞ്ഞു പോലും ഇല്ല, ഒരു മക്കൾ പോലും ഇല്ല, ഒരു ആൺതരി പോലും ഇല്ല, അല്ലെങ്കിൽ ഒരു പെൺകുഞ്ഞു ആൺകുഞ്ഞു ആരുമില്ലെന്ന് മാത്രമല്ല, ആരെങ്കിലും ഉണ്ടാകാനുള്ള സാധ്യതകളും 100% അടഞ്ഞു കഴിഞ്ഞു. അങ്ങനത്തെ സാഹചര്യത്തിലാണ് ദൈവം പറയുന്നത്, നീ ബഹുജാതികൾക്ക് പിതാവാകും. നീ ഇസ്രായേലിന്റെ മാത്രം പിതാവല്ല, ഇസ്രായേലിന് മാത്രം ആയിരിക്കേണ്ടവനല്ല, ബഹുജാതികൾക്ക് പിതാവാകും. അബ്രഹാം പിതാവായിരിക്കുന്നത് ആർക്കാണ്? അബ്രഹാം പിതാവായിരിക്കുന്നത് യഹൂദനല്ല, നേരെ മറിച്ച് ദൈവത്തിന്റെ മതത്തിൽ അപ്പോസ്തലന്റെ എഴുത്തുകളിൽ നാം ഇങ്ങനെ പഠിക്കുന്നു, വായിക്കുന്നു. അതുകൊണ്ട് വിശ്വാസികൾ എത്രേ അബ്രഹാമിന്റെ മക്കൾ എന്ന് അറിവി. ഇപ്പോ അബ്രഹാമിന്റെ മക്കൾ എന്ന് പറയുന്നത് അക്ഷരീക യഹൂദനല്ല, ഇസ്രായേലിനല്ല, നേരെ മറിച്ച് വിശ്വാസികൾ, യേശുക്രിസ്തു മുഖാന്തരം ദൈവത്താൽ അംഗീകരിക്കപ്പെട്ട, യേശുക്രിസ്തുവിന്റെ നീതിയാൽ നീതീകരിക്കപ്പെട്ട ഏത് ജാതിയിൽ ഉള്ളവരും അബ്രഹാമിന്റെ മക്കളാണ്. അതാണ് ദൈവം ഇവിടെ പറഞ്ഞിരിക്കുന്നത്, നീ ബഹുജാതികൾക്ക് പിതാവാകും. വെളിപ്പാട് പുസ്തകം കാണുന്നത്, ജാതികളിൽ നിന്ന്, ഗോത്രത്തിൽ നിന്ന്, ഭാഷകളിൽ നിന്ന്, വംശങ്ങളിൽ നിന്ന് ഉള്ള എല്ലാവരെയും ദൈവത്തിനായി വിലയ്ക്ക് വാങ്ങി, അങ്ങനെ കാണുന്നത്. അപ്പം ദൈവ മക്കളായി, വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ട് ദൈവത്തിന്റെ മക്കളായി തീർന്നവരെല്ലാവരും അബ്രഹാമിന്റെ മക്കളാണ്. വിശ്വാസികൾ എത്ര അബ്രഹാമിന്റെ മക്കൾ എന്നറിയും. അപ്പൊ അങ്ങനെ ഒരാരും ഇല്ലാതിരിക്കുമ്പോൾ ബഹുജാതികൾക്ക് പിതാവാകും എന്ന് പറഞ്ഞ ഈ കാര്യം, അതിന്റെ 6-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, ഞാൻ നിന്നെ അധികമായി വർദ്ധിപ്പിച്ച് അനേക ജാതികളാക്കും, നിന്നിൽ നിന്ന് രാജാക്കന്മാരും ഉത്ഭവിക്കും, ഞാൻ നിനക്കും നിന്റെ ശേഷം നിന്റെ സന്തതിക്കും ദൈവമായിരിക്കേണ്ടതിന് ഞാൻ എനിക്കും നിനക്കും നിന്റെ ശേഷം തലമുറയായി നിന്റെ സന്തതിക്കും മധ്യേ എൻ്റെ നിയമത്തെ നിത്യനിയമമായി സ്ഥാപിക്കും. 8-ാമത്തെ വാക്യത്തിലും എഴുതിയിരിക്കുന്നത്, ഞാൻ നിനക്കും
നിന്റെ ശേഷം നിന്റെ സന്തതിക്കും നീ പ്രവാസം ചെയ്യുന്ന ദേശമായ കനാൻ ദേശം ഒക്കെയും ശാശ്വത അവകാശമായി തരും. നമ്മൾ ഈ കാര്യം നമ്മൾ ചിന്തിക്കുമ്പോൾ ദൈവം അബ്രഹാമിനോട് പറഞ്ഞതാണ്, നിനക്കും നിന്റെ ശേഷം നിന്റെ സന്തതിക്കും നീ പ്രയാണം ചെയ്യുന്ന ഈ കനാൻ ദേശം ശാശ്വത അവകാശമായി തരും എന്ന്. എന്നാൽ നമ്മൾ അപ്പോസ്തലപ്രവൃത്തി പഠിക്കുമ്പോൾ അവിടെ സ്തെഫാനോസിന്റെ പ്രസംഗത്തിൽ നമ്മൾ കാണുന്നത്, അബ്രഹാം, നിങ്ങൾ ഇപ്പോൾ പാർക്കുന്ന ഈ സ്ഥലത്ത് ദൈവം അബ്രഹാമിനെ കൊണ്ടുവന്ന് ആക്കി. അബ്രഹാം, എന്നാൽ അതിൽ ഒരു കാലടി നിലം പോലും അവന് അവകാശമായി ലഭിച്ചില്ല എന്ന് നമ്മളവിടെ കാണുന്നു. ഒരു കാലടി നിലം പോലും അബ്രഹാമിന് അവകാശമായി ലഭിച്ചില്ല. അബ്രഹാമിന് ഒരു കാലടി നിലം പോലും അവകാശമായി ലഭിക്കാതിരുന്ന ആ കനാൻ ദൈവത്തിന്റെ വാക്തത്വത്തിന് തെറ്റുപറ്റിയതല്ല, ദൈവം വാക്ക് മാറിയതുമല്ല. നേരെ മറിച്ച് ദൈവത്തിന്റെ വചനത്തിൽ നാം വായിക്കുന്നു, ദൈവം പിതാക്കന്മാരോട് ചെയ്ത വാക്തത്വം യേശു ക്രിസ്തുവിനെ ഉയർത്തെഴുന്നേൽപ്പിച്ചതിനാൽ മക്കൾക്ക് നിവർത്തിച്ചിരിക്കുന്നു എന്നറിയുകയും. അപ്പൊ യേശു ക്രിസ്തുവിനെ ദൈവം ഉയർത്തെഴുന്നേൽപ്പിച്ചത് മുഖാന്തരം ദൈവം അബ്രഹാമിനോട് ചെയ്ത വാക്തത്വം അബ്രഹാമിന്റെ മക്കൾക്ക് ദൈവം നിവർത്തിച്ചു. അപ്പൊ ഇവിടെ നമ്മൾ കാണുന്നത് 8-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്, ഞാൻ നിനക്കും നിന്റെ ശേഷം നിന്റെ സന്തതിക്കും നീ പ്രവാസ ദേശമൊക്കെ തരും. അതിന്റെ 7-ാം അധ്യായത്തിന്റെ 11-ാമത്തെ വാക്യത്തില് നമ്മളിങ്ങനെ വായിക്കുന്ന 17-ാം അധ്യായത്തിന്റെ 11-ാമത്തെ വാക്യം, ഈ നിയമത്തിന്റെ അടയാളമായിട്ട് പരിച്ഛേദനയേക്കാം. ഈ കവനന്റ് അബ്രഹാമും ദൈവം തമ്മിലുള്ള ഒരു ഉടമ്പടിയുടെ അടയാളമായിട്ട് അബ്രഹാമും അബ്രഹാമിന്റെ വീട്ടിലുള്ള ദാസന്മാരും വിലയ്ക്ക് വാങ്ങിയവരും എല്ലാവരും പരിച്ഛേദനയേക്കണം. ഈ പരിച്ഛേദന എന്നുള്ളത് ഒരു നിത്യ നിയമമാണ്. പരിച്ഛേദന എന്നുള്ള നിയമം, പരിച്ഛേദന ഏൽക്കേണ്ടതിന്റെ കാരണം അബ്രഹാമും ദൈവവും തമ്മിലുള്ള ഒരു എഗ്രിമെന്റിന്റെ, അബ്രഹാമും ദൈവം തമ്മിൽ നടത്തിയിട്ടുള്ള ഉടമ്പടിയുടെ ഒരു ഉറപ്പാണ് ഈ പരിച്ഛേദന എന്ന് പറയുന്നത്. അത് ഇങ്ങനെ നമുക്ക് ചിന്തിക്കാം. ഇപ്പൊ നമ്മൾ രണ്ട് പേര് തമ്മിൽ ഒരു എഗ്രിമെന്റ് എഴുതിയുണ്ടാക്കി, എന്തെങ്കിലും ഒരു എഗ്രിമെന്റ് എഴുതിയുണ്ടാക്കി. ആ എഗ്രിമെന്റ് ആകണമെങ്കിൽ ഈ രണ്ട് കൂട്ടരും അതിനകത്ത് ഒപ്പിടണം. ആ ഒപ്പാണ് ആദ്യമേ നോക്കുന്നത്, ഇതിനകത്ത് ഈ രണ്ട് പാർട്ടി സൈൻ ചെയ്തിട്ടുണ്ടോ എന്നുള്ളതാണ്. ഇപ്പൊ അബ്രഹാമിനോട് ദൈവം ചെയ്ത വാക്തത്വത്തിന്റെ, അല്ല അബ്രഹാം ഈ കരാറിൽ ഏർപ്പെട്ടു എന്നുള്ളതിന്റെ തെളിവായിട്ട് ദൈവം അബ്രഹാമിനോട് പറയുന്നത്, നീ പരിച്ഛേദനയേക്കണം. അബ്രഹാം മാത്രമല്ല, അബ്രഹാമിന്റെ മക്കള്, അവിടെ ഉള്ള പുരുഷപ്രജയൊക്കെയും പരിച്ഛേദനയേക്കണം. ഈ പരിച്ഛേദന ഏൽക്കുന്നതിന്റെ കാരണം ഈ എഗ്രിമെന്റിൽ രണ്ട് കൂട്ടരും പ്രവേശിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ്. അതാണ് കാണിക്കുന്നത്. അപ്പൊ അബ്രഹാം ഈ എഗ്രിമെന്റിൽ പ്രവേശിച്ചു എന്നുള്ളതിന്റെ തെളിവായിട്ട് അബ്രഹാം പരിച്ഛേദനയേക്കണം. ഇന്ന് പരിച്ഛേദന എന്ന് പറയുന്നത് അന്ന് ശരീരത്തിൽ ഉള്ള ഒരടയാളമായിരുന്നു പരിച്ഛേദന. ഇന്നെന്നാല് ദൈവത്തിന്റെ മാറ്റി നാം കാണുന്നു ഹൃദയ പരിച്ഛേദനത്തിലെ പരിച്ഛേദന. അപ്പം ദൈവത്തിന്റെ ഒരു യഥാർത്ഥമായി പാപിയായ ഏതൊരു മനുഷ്യനും മാനസാന്തരപ്പെട്ട് ദൈവത്തെങ്കിലേക്ക് തിരിയുമ്പോൾ ആ മാനസാന്തരമാണ് ദൈവത്തിന്റെ എല്ലാ പ്രമാണങ്ങളും അനുസരിച്ച് അവൻ പോയ വഴിയിൽ നിന്ന് നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് ഇനി നടക്കും, ദൈവത്തിന്റെ ഹിതപ്രകാരം ജീവിക്കും എന്നുള്ളതിന്റെ പ്രകടമായ ഒരു തെളിവാണ്, പ്രകടമായ ഒരു സിഗ്നേച്ചറാണ് ഈ മാനസാന്തരം എന്ന് പറയുന്നത്. അപ്പൊ മാനസാന്തരപ്പെടാത്ത ഒരു പാപി ഇല്ല. പാപി ദൈവമക്കളായി തീരണമെങ്കിൽ മാനസാന്തരപ്പെടാത്ത ഒരു ദൈവമക്കൾ പോലും ഇല്ല. മാനസാന്തരം ഇല്ലാത്ത പാപികൾ ഉണ്ടാവും. എന്നാൽ പാപി ദൈവമകനായി തീരണമെങ്കിൽ ആ മാനസാന്തരപ്പെട്ടേ മതിയാവും. മാനസാന്തരപ്പെടാത്ത ദൈവത്തിന്റെ മക്കളായിട്ട് ആരുമില്ല. അപ്പൊ മാനസാന്തരപ്പെട്ടു എന്നുള്ളതിന്റെ കാരണം, അല്ലെ മാനസാന്തരപ്പെടുന്നു എന്നുള്ളതിന്റെ താല്പര്യം, ദൈവത്തെ അനുസരിച്ച് ദൈവകൽപ്പന പ്രമാണിച്ച് കഴിഞ്ഞ നാളുകളിൽ ജീവിച്ച വഴിയിൽ നിന്ന് വ്യത്യസ്തനായി
സ്വന്തം വഴികളെല്ലാം ഉപേക്ഷിച്ച് ദൈവ വഴിയിൽ ഞാൻ ഇന്ന് നടന്നുകൊള്ളാം എന്ന് സ്വയമായി ഏൽക്കുന്ന ഒരു പ്രൂഫാണ് ഹൃദയത്തിന്റെ പരിച്ഛേദനയാകുന്ന മാനസാന്തരം എന്ന് പറയുന്നത്. അബ്രഹാമിന്റെ ദൈവം പറഞ്ഞു, നീ പരിച്ഛേദന ഏൽക്കണം. കാരണം എന്നാ, നമ്മൾ തമ്മിലൊരു എഗ്രിമെന്റ് ഉണ്ട്, നമ്മൾ തമ്മിലൊരു കവനന്റ് ഉണ്ട്. ആ കവനന്റിന്റെ പൂർത്തീകരണത്തിന് വേണ്ടി നീ പുരുഷപ്രജയൊക്കെയും, നീ മാത്രമല്ല പുരുഷപ്രജയൊക്കെയും ഈ പരിച്ഛേദന ഏൽക്കണം. അപ്പൊ ഈ പരിച്ഛേദന ഏറ്റ ഒരുത്തൻ ദൈവത്തിന്റെ പ്രമാണങ്ങളെല്ലാം അനുസരിക്കാൻ തന്നെ തന്നെ വിധേയപ്പെടുത്തുകയാണ്. അത് അക്ഷരീയമായ പരിച്ഛേദനയെ കുറിച്ച് ഗലാത്യ ലേഖനത്തിൽ അപ്പോസ്തലനായ പൗലോസ് ഗലാത്യയിലുള്ള വിശ്വാസികളെ പ്രബോധിപ്പിക്കുന്നുണ്ട്. അവര് പരിച്ഛേദന ഏൽക്കണമെന്നുള്ള താല്പര്യത്തിൽ അവര് ആ സഭകളിലുള്ളവരെല്ലാം പലരും ദൈവ ഹിതപ്രകാരം ജീവിച്ചാൽ മാത്രം പോരാ, മോശയുടെ കൽപ്പന പ്രകാരമുള്ള ന്യായപ്രമാണ പ്രകാരമുള്ള പരിച്ഛേദനയും കൂടെ അവർ ഏൽക്കണം എന്നുള്ള ഒരു പുതിയ ഒരു ഉപദേശ രൂപം ആ സഭയിൽ കടന്നുകൂടി. അപ്പോൾ പൗലോസ് അതിനെ എതിർത്തുകൊണ്ട് പറയുന്നൊരു കാര്യം ഇങ്ങനെയാണ്: ന്യായപ്രമാണം പരിച്ഛേദന ഒരുത്തൻ ഏറ്റാൽ അവൻ ന്യായപ്രമാണം മുഴുവനും അനുസരിക്കാൻ കടപ്പെട്ടിരിക്കുന്നു. അപ്പൊ പരിച്ഛേദന ഏൽക്കുന്നത് അവൻ വാക്കും ഭാഷണവും ഇല്ലാതെ അവൻ പ്രഖ്യാപിക്കുന്നത്, പറയുന്നത് പരിച്ഛേദന ഏറ്റു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ന്യായപ്രമാണം മുഴുവൻ അനുസരിക്കാൻ ഞാൻ എന്നെ തന്നെ വിധേയപ്പെടുത്തുന്നു എന്നുള്ളതാണ്. എന്ന് പറഞ്ഞതുപോലെ മാനസാന്തരപ്പെട്ട ഒരു മനുഷ്യൻ ദൈവത്തോട് പറയുന്ന ഒരു എഗ്രിമെന്റ് ആണ്, ഞാൻ ഇനി ദോഷ വഴിയിൽ നിന്ന് മാറി ദൈവ വഴിയിൽ നടക്കാൻ ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നു, വിധേയപ്പെടുത്തുന്നു എന്നുള്ളതാണ് ഇന്ന് ഹൃദയത്തിന്റെ പരിച്ഛേദനയാകുന്ന ഹൃദയ പരിച്ഛേദന എന്ന പരിച്ഛേദന. അപ്പൊ അത് അബ്രഹാമിനോട് ദൈവം പറഞ്ഞു, അങ്ങനെ പരിച്ഛേദന ഏൽക്കണം എങ്കിൽ മാത്രം. പരിച്ഛേദന എന്തിനാണ് പരിച്ഛേദന ഏൽക്കുന്നത്? അത് പ്രമാണമൊക്കെ അനുസരിക്കാൻ വേണ്ടിയുള്ള സിഗ്നേച്ചറാണ്. അപ്പൊ അതെന്തിനാ അങ്ങനെ ചെയ്യുന്നത് എന്ന് നമ്മൾക്ക് ദൈവം അനുവദിക്കുകയാണ് നമുക്ക് നാളെ ചിന്തിക്കാം. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ ഹൃദയ പരിച്ഛേദന ഉള്ളവരായി നമുക്ക് ജീവിക്കാൻ ദൈവം നമ്മളെല്ലാവരെയും സഹായിക്കട്ടെ.